നമ്മൾ ഇന്ന് ഈ കൊല്ലം ജില്ലയിലുള്ള കുറച്ച് തെരുവ് നായകൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഏകദേശം ഇന്ത്യയിലെ തന്നെ കണക്കെടുത്താൽ എല്ലാ വർഷവും 10,000 തെരുവ് നായകളാണ് ആഹാരം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം ചത്തുപോകുന്നത്. ഇത് ഇന്ത്യ എന്ന രാജ്യത്തെ മാത്രം കണക്കാണ് കേട്ടോ. കൊല്ലം ജില്ലയിലുള്ള എല്ലാ തെരുവ് നായകൾക്കും ആഹാരം കൊടുക്കാൻ ഇന്ന് എനിക്ക് പറ്റിയില്ലെങ്കിലും ഇവിടെ എൻ്റെ വീടിന്റെ പരിസരത്തുള്ള കുറച്ച് തെരുവ് നായകൾക്ക് ആഹാരം കൊടുക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതിനായി അവർക്ക് വേണ്ടുന്ന ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. ചോറും മീനും കൂടി വേവിച്ച് മിക്സ് ചെയ്ത ഒരു ഫുഡാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇവരെ കണ്ടുപിടിക്കുന്നതാണ് അടുത്ത ടാസ്ക്. മിക്സ് ചെയ്ത ഫുഡ് ഒരു ബൈക്കിൽ കെട്ടിവെച്ച് ഞാനങ്ങ് ഇറങ്ങി അവരെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ കുറെ കറങ്ങിയതിന് ശേഷം ആദ്യം കണ്ട ഒരാൾക്ക് നമ്മൾ ഈ ഫുഡ് കൊടുത്തു. നല്ല വിശപ്പുള്ളത് കൊണ്ടാകും ആഹാരം കണ്ടപ്പോഴേ ഓടി വന്ന് അത് മുഴുവനും കഴിച്ചു തീർത്തു. മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര് നിൻ വഴിയേരാ പകല് കാവലുണ്ടേ എൻ്റെ കണ്ണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ഒരാൾക്ക് കൊടുത്ത സന്തോഷത്തിൽ ഇത് ഇന്ന് തന്നെ കൊടുത്ത് തീർക്കണമെന്ന് ഉറപ്പിച്ച് പിന്നെയും തിരച്ചിൽ തുടങ്ങി. അങ്ങനെ അടുത്ത ആൾക്കും നമ്മളുടെ ഫുഡ് കൊടുത്തു. തെരുവ് നായകളെ തിരഞ്ഞു നടന്ന് എൻ്റെ കുറേയധികം സമയം ഇങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു. ഏകദേശം സമയം ഇപ്പോൾ ഇരുട്ടാൻ തുടങ്ങി. പക്ഷേ ഇത് ഇന്ന് തന്നെ കൊടുത്തു തീർക്കേണ്ടതുകൊണ്ട് തന്നെ പകുതി വെച്ച് ഇട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. അങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു കൂട്ടം തെരുവ് നായകളെ കണ്ടു. ഒരു ചേട്ടൻ അതിനൊക്കെ ബിസ്ക്കറ്റ് വാങ്ങിച്ച് കൊടുക്കുന്ന കാഴ്ചയാണ് ഞാൻ ആദ്യം കണ്ടത്. തെരുവ് നായകളെ കാണുമ്പോൾ തന്നെ കല്ലെടുത്തെറിയുന്ന അറപ്പ് കാണിക്കുന്ന ചില മനുഷ്യർക്കിടയിൽ ഇങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അവിടെയുള്ള എല്ലാവർക്കും വയറ് നിറച്ച ആഹാരം കൊടുത്ത് അതങ്ങ് തീർത്തു. மனதுக்குள் போதும் அதை மட்டும் நீ தந்தால் போதும். ഏകദേശം ഇന്നത്തെ ഒരു ദിവസം മാറ്റിവെച്ച് ഞാൻ ഈ കാര്യം ചെയ്തത് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലും നിങ്ങളിത് കാണിക്കണമെന്നതിൻ്റെ പേരിലുമാണ്. നമ്മളെ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു തെരുവുനായെ കണ്ടാൽ കല്ലെടുത്ത് വെറുതെ എറിയുന്നവരാണ് നമ്മളിൽ പലരും. ഈ ലോകം മനുഷ്യൻ്റെ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഇവിടെ തുല്യ അവകാശമാണ് ഉള്ളത്. പറ്റുമെങ്കിൽ അവർക്ക് കുറച്ച് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ആ സ്നേഹം ഒരായുസ് മുഴുവൻ അവർ കാണിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. തെരുവ് നായകളും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്.